പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതവേള എങ്ങനെയിരിക്കുന്നു? ഈ ദിവസം എങ്ങനെയാണ് ആരംഭിച്ചത്? കർത്താവിനോട് സംസാരിച്ചുവോ? ഇന്ന് വേദപുസ്തകം ധ്യാനിച്ചുവോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ വചനം ധ്യാനിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച് യേശുവോട് തിരിക്കുന്നതാണ് നമുക്ക് ആശീർവാദം. മനസ്സിലായോ? ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് എനിക്കിനിയും വിമോചനമില്ലാത്തത് എന്നേതോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത. എനിക്കിത് വിടാനാവുന്നില്ല, ഇതിൽ നിന്നും എനിക്കൊരു വിമോചനം കിട്ടുന്നില്ല. ഒരടിമത്തത്തിൽ ജീവിക്കുന്നത് പോലെയുണ്ട്. വീട്ടിലായാലും ജോലിസ്ഥലത്തും വസിക്കുന്ന സ്ഥലത്ത് ഏതോ ഒരു കാര്യം എന്നെ ആ കാര്യം അടിമയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും പുറത്തു കടക്കാനാവുന്നില്ല എന്ന് വ്യാകുലപ്പെടുകയാണോ? വേദപുസ്തകത്തിൽ റോമർ 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഒരു ദൈവദാസൻ പറയുന്നു, വളരെ ജഡമയനായ ഒരാളാണ്, ആർ എന്നെ വിടുവിക്കും? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും എന്ന് ഇയാൾ പറയുന്നു. അയാൾ പറയുന്നു, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാതെ തിന്മയെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നന്മ ചെയ്യാനാവുന്നില്ല, തിന്മ ചെയ്യുന്നു. വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ജീവിക്കാനാവുന്നില്ല, പാപം ചെയ്തു പോകുന്നു. അപ്പോൾ എന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് എന്നെ അടിമയാക്കുന്നു. അപ്പോൾ ഞാൻ ജഡമയനാകുന്നു. ആരാണെന്നെ വിടുവിക്കുക എന്ന് നിലവിളിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും തെറ്റാണെന്നറിയാം, പക്ഷേ വിടാനാവുന്നില്ല. ഇത് ചെയ്യാൻ പാടില്ല എന്നറിയാം, പക്ഷേ ചെയ്തു പോകുന്നു. ഇത് പറയാൻ പാടില്ല എന്നറിയാം, പറഞ്ഞു പോകുന്നു. അപ്പോൾ എനിക്കും അപ്പുറമുള്ള ഏതോ ഒന്ന് എന്നെ അടിമയാക്കുന്നു. ആരാണെന്നെ വിടുവിക്കുക? മനസ്സിനകത്ത് ഈ ചോദ്യമുണ്ട്. പുറത്ത് പറഞ്ഞില്ല എങ്കിലും മനസ്സിനകത്ത് ഈ ചോദ്യം ഉയരുന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിൽ നിന്നും വിമോചനമില്ലായിരിക്കും. മരിക്കുമ്പോഴേ വിമോചനമുണ്ടാകൂ എന്ന് ചിന്തിക്കും. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അതൊന്നുമില്ല, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ജീവിക്കണമെങ്കിൽ ഇവയെല്ലാം അനുഭവിക്കണം. അവസാനം വരെ അടിമത്തം തന്നെയാണ് എന്നൊരു ചിന്ത പിശാചുണ്ടാക്കും. എന്നാൽ 8-ാം അധ്യായം വായിക്കുമ്പോൾ അയാൾ തന്നെ പറയുന്നു, എനിക്ക് വിമോചനമുണ്ടായി. ന്യായപ്രമാണം, പരിശുദ്ധാത്മാവ് എനിക്ക് വിമോചനം തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതിനാൽ വിമോചനം ലഭിക്കുന്നവർക്ക് അതെത്ര വലിയ പ്രശ്നമാണെങ്കിലും, പാപമായിരിക്കും, ശാപമായിരിക്കും, കുഴപ്പമായിരിക്കും, കടമായിരിക്കും, ഞെരുക്കമായിരിക്കും, മനുഷ്യരാലുള്ള അടിമത്തമായിരിക്കും, എന്തായിരുന്നാലും വിമോചനമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളയിടത്ത് വിമോചനമുണ്ടാകും. അതിനാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കടക്കുമ്പോൾ അവർ വിമോചനത്തിന്റെ ആത്മാവാണ്. എന്തൊക്കെ വിടാനാവുന്നില്ല എന്ന് വിചാരിക്കുന്നുവോ, എന്തൊക്കെയാണ് നിങ്ങളെ അടിമയാക്കുന്നത്, അവയിൽ നിന്നെല്ലാം നിങ്ങളെ വിടുവിച്ച് ഒരു വിമോചനത്തിന്റെ സന്തോഷം ലഭിക്കുന്ന സമയത്ത്, അത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാവുന്ന ഒരു സന്തോഷം, ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കണം. അപ്പോൾ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എനിക്ക് ആ വിമോചനം വേണം, പരിശുദ്ധാത്മാവ് തരുന്ന യഥാർത്ഥ വിമോചനം വേണം എന്ന് ദാഹത്തോടെ ചോദിക്കുകയാണെങ്കിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നിങ്ങൾക്ക് യഥാർത്ഥ വിമോചനം നൽകും. ചോദിക്കുമോ? പിതാവേ, യേശുവേ, എനിക്ക് വിമോചനം വേണം. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ വിമോചനമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി തരയണമേ, എന്നെ നിറയ്ക്കണമേ, എനിക്ക് പരിപൂർണ വിമോചനം തരയണമേ. ഞാൻ വിടുവിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കണം. അടിമത്തത്തിൽ നിന്നും ഞാൻ പരിപൂർണമായി വിടുവിക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ